Dear students, in the last class we have discussed about the laws of logics. By using that laws of logic, we want to prove some questions. So first one is, without using truth table, prove that the following P or Q and negation P or negation P and Q logically equivalent to P. So here we have LHS and RHS. So first we want to consider LHS. By considering LHS, we want to reach RHS by using the laws of logic. So first we want to consider P or Q and negation P and Q. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇത് ആദ്യത്തേത് അസ്യൂം ചെയ്തിട്ട് പിയിലോട്ട് നമ്മൾ എത്തിക്കണം. അപ്പോൾ പി ഓർ ക്യൂ ആൻഡ് negation പി ആൻഡ് ക്യൂ എന്നാണ് അസ്യൂം ചെയ്യുക. പി ഓർ ക്യൂവിന് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ പി ഓർ ക്യൂ തന്നെ അവിടെ വെക്കുക. ആൻഡ് negation പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഉള്ളിലോട്ട് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഉള്ളിലോട്ട് എടുക്കുന്ന ഒരു ലോ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഉള്ളിലോട്ട് എടുക്കുന്ന കേസ് എന്തായിരുന്നു? അത് ഡി മോർഗൻസ് ലോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്താ മക്കളെ എന്ന് പറഞ്ഞേ? ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പോൾ നെഗേഷൻ ബ്രാക്കറ്റിൻ്റെ പുറമുണ്ടെങ്കിൽ നമുക്ക് നെഗേഷൻ ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് ഓറാണ് ഉള്ളിലെങ്കിൽ അത് എന്തായി മാറും? ആൻഡായി മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, നെഗേഷൻ ഉള്ളിലോട്ട് എടുക്കുക. അപ്പോൾ എന്താവും? നെഗേഷൻ പി ഈ ആൻഡ് എന്തായി മാറും? ഓറായി മാറും. അപ്പോൾ ഓർ നെഗേഷൻ ക്യൂ. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, നെഗേഷൻ പി. അങ്ങനെ ഒരു ലോ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ലോ എന്തായിരുന്നു? ലോസ് ഓഫ് ഡബിൾ നെഗേഷൻ അല്ലേ. അപ്പോൾ ലോസ് ഓഫ് ഡബിൾ നെഗേഷൻ വെച്ചിട്ട് നെഗേഷൻ പിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പി. അപ്പോൾ പി ഓർ നെഗേഷൻ പി എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, പി ഓർ ക്യൂ ആൻഡ് പി ഓർ നെഗേഷൻ പി എന്നാണ് നമ്മളെ കണ്ടീഷൻ. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാ? രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾ പി ഓർ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ അല്ലേ. ആ പി ഓറിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യൂ ഉണ്ട് ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പോൾ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് വന്നു. ഇനി നോക്കിയേ, ഇതിലെ നമ്മൾ ഇൻവേഴ്സ് ലോ നമുക്കിവിടെ അപ്ലൈ ചെയ്തൂടെ? അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടി ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ് കിട്ടുക. അപ്പോൾ പി ഓർ എഫ് എന്ന് പറഞ്ഞാൽ കിട്ടി. അതായത് ഇൻവേഴ്സ് ലോ യൂസ് ചെയ്തിട്ട് പി ഓർ എഫ് എന്ന് കിട്ടി. ഇനി പി ഓർ എഫ് എന്താ? പി ഓർ എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ലോ എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റും ഫാൾസും തമ്മിൽ ഓർ ചെയ്യുമ്പോൾ പിയിലോട്ട് എത്തിക്കും. ഈ പി അല്ലായിരുന്നു നമുക്ക് റീച്ച് ചെയ്യേണ്ടത്. അതായത് RHS കിട്ടിയില്ലേ. അപ്പോൾ വി സോൾവ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ടെൻഷൻ അടിക്കുക, അതേ ഡൗട്ട് ഒരിക്കലും വേണ്ട. ലോസ് കംപ്ലീറ്റ് നന്നായി വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആൻഡ് ആർ ഓർ നെഗേഷൻ ക്യൂ ലോജിക്കലി ഈക്വലൻ്റ് ടു ക്യൂ ആൻഡ് ആർ. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്തത് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഗ്രീൻ ലൈനിലോ അല്ലെങ്കിൽ ഗ്രീൻ സർക്കിൾ ഇട്ട് അതിലോട്ട് എത്തിക്കുക, ക്യൂ ആൻഡ് ആറിലോട്ട് എത്തിക്കുക. അപ്പം ആദ്യം നമ്മൾ LHS അസ്യൂം ചെയ്തു. ഇനി LHS അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ ഒരു ബ്രാക്കറ്റിൻ്റെ പുറമുണ്ടെങ്കിൽ നെഗേഷൻ ഉള്ളിലോട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആൻഡ് വി വാണ്ട് ടു ചേഞ്ച് ദി ഓപ്പറേഷൻ. അതായത് ആൻഡിൻ്റെ സ്ഥാനത്ത് ഓർ കൊടുക്കുക, ഓറിൻ്റെ സ്ഥാനത്ത് ആൻഡ് കൊടുക്കുക. അപ്പോൾ നെഗേഷൻ ഉള്ളോട്ട് എടുക്കുമ്പോൾ എന്ത് മാറും? നെഗേഷൻ പി ഓർ ക്യൂ ആൻഡ് ആർ. ഇനി ഈ ഒരു ഓറിന് പകരം ആൻഡ് കൊടുക്കുക. അപ്പോൾ ആൻഡ് നെഗേഷൻ ക്യൂ. രണ്ട് നെഗേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ലോസ് ഓഫ് ഡബിൾ നെഗേഷൻ അല്ലേ. ലോ ഓഫ് ഡബിൾ നെഗേഷൻ എന്താണ്? നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ്റ് ടു പി ആണ്. അപ്പോൾ നെഗേഷൻ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റ് തന്നെയല്ലേ. അതായത് പി ഓർ ക്യൂ ആൻഡ് ആർ തന്നെയല്ലേ. ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് ഈ അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്തൂടെ? അതായത് പി ഓർ ക്യൂ ആൻഡ് ആർ ആൻഡ് ക്യൂ ജസ്റ്റ് ബ്രാക്കറ്റ് അങ്ങോട്ടും മാറ്റുക. പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരൊറ്റൊരു വേരിയബിളാണ് അല്ലെങ്കിൽ ഒരാളാണെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ്
അതേപോലെ ആർ ആൻഡ് ക്യൂവിനെ നമുക്ക് അടുത്ത ബ്രാക്കറ്റായിട്ട് കൊടുക്കാം. ഇനി നോക്കിയേ പി ഓർ ക്യൂ ആൻഡ് ആർ ആൻഡ് ക്യൂ. ഇവിടെ നോക്കിയേ 2 ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്ത് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? അതായത് പി ഓർ ക്യൂ ആൻഡ് ക്യൂവിന് പകരം ക്യൂ ആൻഡ് ആർ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ക്യൂ ആൻഡ് ക്യൂ ആർക്ക് ഈക്വലാണ് ക്യൂ ആൻഡ് ആർ. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്യുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്യാൻ പോവുക. പി ഓർ ക്യൂ ആൻഡ് ക്യൂ ഒരു ബ്രാക്കറ്റിൽ, പിന്നെ പുറമെ ആൻഡ് ആർ. അതാണ് ഇവിടെ നമുക്ക്, കാരണം നമുക്ക് ക്യൂ ആൻഡ് ആറിലോട്ട് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ എത്തി. ഇനി നോക്കുക, ക്യൂ ആൻഡ് പി ഓർ ക്യൂ, അതായത് പി ഓർ ക്യൂ ആൻഡ് ക്യൂവിന് നമുക്ക് വീണ്ടും കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ക്യൂ ആൻഡ് പി ഓർ ക്യൂ എന്ന് എഴുതാം, ആൻഡ് ആർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി നമുക്ക് അബ്സോർപ്ഷൻ ലോ വെച്ച് നമുക്കറിയാലോ, ക്യൂവും പി ഓർ ക്യൂവും അല്ലെങ്കിൽ ക്യൂ ആൻഡ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാണ്? ക്യൂ. അപ്പോൾ ബാക്കി ലെസ് എന്ത് കിട്ടി? ക്യൂ ആൻഡ് ആർ. ആ ക്യൂ ആൻഡ് ആർ അല്ലേ നമ്മൾ RHS. ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലോസ് ഓഫ് ലോജിക് വെച്ച് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് ക്യൂ ലോജിക്കലി ഈക്വലൻ്റ് ടു പി ഓർ ആർ ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ആദ്യം ഇത് അസ്യൂം ചെയ്യുക, എന്നിട്ട് ഇതിലോട്ട് എത്തിക്കുക. അപ്പോൾ അസ്യൂം ചെയ്ത് നോക്കിയേ, ഈ ഞാൻ പറഞ്ഞില്ലേ പി ഇംപ്ലൈസ് ക്യൂവിന് നമ്മൾ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞത്, അതായത് ആ 10 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു ഇംപ്ലിക്കേഷൻ്റെ അതിൽ 2 എണ്ണം പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? നെഗേഷൻ പി ഓർ ക്യൂ. ആൻഡ് ഇനി ആർ ഇംപ്ലൈസ് ക്യൂക്ക് എന്തായിരിക്കും? നെഗേഷൻ ആർ ഓർ ക്യൂ, അതായത് ഇക്വലൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാ? ഓർ ക്യൂ ആണ്. ആ ഓർ ക്യൂവിന് ഓറും ഉണ്ട്, അതായത് ഓർ എന്ന് പറഞ്ഞാൽ വി ആണ്, അതായത് ഓർ ക്യൂ എന്ന് പറഞ്ഞ ആളെ ഞാൻ പുറത്തോട്ടെടുത്ത് ബാക്കി എന്താ ബ്രാക്കറ്റിനുള്ളിൽ വരിക? നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ആർ. രണ്ടിലും നെഗേഷൻ ഉണ്ടല്ലേ, അതുകൊണ്ട് പുറത്തെടുത്തൂടെ? അതായത് ഡിമോർഗൻസ് ലോ എടുക്കുന്ന സമയത്ത് നെഗേഷൻ പുറമെ വരുമ്പോൾ ഈ ഉള്ളിലുള്ള ആൻഡ് എന്തായി മാറും? ഓറായി മാറും. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ ആർ, പിന്നെ പുറമെ ഓർ ക്യൂ എന്ന് വരും. അപ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പി ഇംപ്ലൈസ് ക്യൂ ആ. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ ആർ ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓർ ആർ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ അതിലോട്ടല്ലേ നമുക്ക് എത്തിക്കേണ്ടത്, അങ്ങനെ നമ്മൾ RHSലോട്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് എന്താണോ എത്തിക്കേണ്ടത് അതിലോട്ട് നമ്മൾ ലോസ് യൂസ് ചെയ്ത് എത്തിക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ നെക്സ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ ലോജിക്കലി ഈക്വലൻ്റ് ടു പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ. അപ്പോൾ അതൊന്നും തന്നെ ചെയ്ത് നോക്കിയാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്രയാണ് നമുക്ക്, അതായത് ഈ ലോസ് ഓഫ് ലോജിക്ക് വരെ എന്തായാലും നന്നായിട്ട് നോക്കുക കേട്ടോ. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് തന്നെ ചെയ്ത് നോക്കുക. ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് PDF നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.